സോ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ കൺസോളിഡേറ്റഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റിനും വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് ആദ്യം തന്നെ പോവാം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂസ് യുവർ സർവീസിൻ്റെ അണ്ടറായിട്ട് കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഈ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ രണ്ടെണ്ണം അടുപ്പിച്ച് കിട്ടും കൺസോളിഡേറ്റഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കൺസോളിഡേറ്റഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അഡ്മിഷൻ ഇയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. സ്റ്റഡി ടൈപ്പ്, കോളേജിൻ്റെ ഏത് ടൈപ്പാണ്, അഫിലിയേറ്റഡ് കോളേജ് ആണോ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണോ, അത് പ്രൊഫഷണൽ. ഞാൻ പഠിച്ചത് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആയിരുന്നു. അത് അഫിലിയേറ്റഡ് കോളേജാണ്. ഓക്കെ, അപ്പം രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് സയൻസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം ടൈപ്പായിട്ട് BCom സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, യൂണിവേഴ്സിറ്റി നമ്മൾ എക്സാം എഴുതുമ്പോൾ എൻ്റർ ചെയ്യുന്ന രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ ഇവിടെ നിങ്ങളുടെ സ്ട്രീം നിങ്ങൾ സെലക്ട് ചെയ്യുക. BCom ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നെ റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം സപ്ലി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സപ്ലി ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് വന്ന റിസൾട്ടിൻ്റെ ഡേറ്റാണ് എഴുതേണ്ടത്. സപ്ലി ഇല്ലാത്തവരാണെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് എപ്പോഴാണോ വന്നത് അത് എൻ്റർ ചെയ്യുക, ആ ഡേറ്റ്. ഓക്കെ, ലാസ്റ്റ് അറ്റൻഡഡ് എക്സാമിനേഷൻ ബൈ ദ കാൻഡിഡേറ്റ് എന്നുള്ളത് നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ സപ്ലി ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ 6th സെമിസ്റ്റർ ഫൈനൽ എക്സാം ആയിരിക്കും നിങ്ങളുടെ ഡേറ്റ്. ഫസ്റ്റ് അപ്പിയറൻസ് എന്നുള്ളതാണ് നിങ്ങളുടെ എക്സാം ടൈപ്പ്. സപ്ലി ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അവസാനമായിട്ട് എഴുതിയത് ഏത് സെമിസ്റ്ററിൻ്റെ സപ്ലി ആണോ ആ സെമിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. 4th സെമ്മിനായിരുന്നു സപ്ലി എങ്കിൽ സെമിസ്റ്റർ ബാർ ഇയർ എന്നുള്ള സെക്ഷനിൽ സെമ്മ്, അതിനകത്ത് ചൂസ് സെം ബാർ ഇയർ എന്നുള്ളിടത്ത് 4th സെം കൊടുക്കുക. എക്സാമിൻ്റെ ഡേറ്റ് അത് ഏത് മാസമായിരുന്നുള്ള ഡേറ്റ് കൊടുക്കുക. ഇയർ ഓഫ് എക്സാം ഏത് വർഷമായിരുന്നു എന്നുള്ളത് കൊടുക്കുക. എക്സാം ടൈപ്പ് റീഅപ്പിയറൻസ് ബാർ സപ്ലിമെൻ്ററി എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വെദർ എലിജിബിൾ ഫോർ ഗ്രേസ് മാർക്ക്, അത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടേബിൾ ടെന്നീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ നോ കൊടുക്കുക. വെദർ അപ്ലൈഡ് ഫോർ റിവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനി, നിങ്ങളുടെ റിവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. ഇപ്പോൾ മാർക്ക് കൂടുതലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നോ കൊടുക്കുക. വെദർ റിസൾട്ട്സ് ഓഫ് എനി അപ്പിയറൻസ് എക്സാമിനേഷൻ ആർ പെൻഡിങ്, അത് റിവാലുവേഷൻ കൊടുത്തേക്കണം എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. ഫോൺ നമ്പർ, മെയിൽ ഓർ ഫീമെയിൽ, അത് നിങ്ങൾ ജെൻഡർ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ ആ സെയിം അഡ്രസ്സ് തന്നെ. ആ അഡ്രസ്സിൽ നിങ്ങൾ പിൻകോഡ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പറ്റുവാണെങ്കിൽ ബിൽഡിംഗ് നമ്പർ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. കാരണം അതിനകത്ത് ഫോൺ നമ്പർ ഇവർ ആഡ് ചെയ്യില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SSLC ബുക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പക്ഷേ നോട്ട് ചെയ്യണം, അത് 500 KB താഴെ വരണം. ഓക്കെ, +2ൻ്റെയും സർട്ടിഫിക്കറ്റ് വേണം. അതിനുശേഷം നിങ്ങൾക്കിവിടെ എഗ്രി ചെയ്തിട്ട് ക്യാപ്ചർ എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇമെയിൽ ID നിങ്ങൾക്കൊരു OTP കിട്ടും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അവർ കാണിക്കും. അതിനുശേഷം നമുക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. 500 rupees സംതിങ് ആണ് ഈ പ്രൊവിഷണൽ ബാർ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രൊവിഷണലും കൺസോളിഡേറ്റഡും കിട്ടും. അതിനുശേഷം നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രീവിയസ്ലി നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് അപ്ലൈ ടൈപ്പിൽ 2 ഓപ്ഷൻസ് കാണാം, ഫാസ്ട്രാക്ക് ആൻഡ് ഓർഡിനറി. അതിനകത്ത് ഫാസ്ട്രാക്ക് എന്ന് പറയുന്നതിന് 1500 രൂപയാവും. അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും 1 മാസത്തിനുള്ളിൽ. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് പതിയെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡിനറി സെലക്ട് ചെയ്യാം. 5 to 6 മാസമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇതിൽ ടൈം എടുക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ അപ്ലൈഡ് ഫോർ റിവാലുവേഷൻ ബാർ സ്ക്രൂട്ടിനി യെസ് ഓ നോ ആക്കി കൊടുക്കുക. അത് നിങ്ങളുടെ അനുസരിച്ചാണ്. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എൻ്റർ ചെയ്യുക. കുറച്ച് മുമ്പ് നമ്മൾ പ്രൊവിഷണൽ അപ്ലൈ ചെയ്തപ്പം എൻ്റർ ചെയ്തതുപോലെ തന്നെ ആ പ്രീവിയസ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴേക്ക് വരാം. താഴേക്ക് വരുമ്പോൾ SSLC ബുക്ക്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്, അതിനുശേഷം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. നമ്മൾ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജും വേണം, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും വേണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് OTP എൻ്റർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഓൺലൈൻ വഴി നടത്താവുന്നതാണ്. ഞാൻ UPI പേയ്മെൻറ്റാണ് നടത്തുന്നത്.
ഓക്കെ, ഇവിടെ നമുക്ക് കൺഫർമേഷൻ ചോദിക്കും. കൺഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗേറ്റ് വേ ചോദിക്കും. ഗേറ്റ് വേ നമുക്ക് SBI പേ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുത്ത് പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കും. അപ്പം ഞാൻ കൊടുത്തിരുന്നത് PHIM UPI ആണ്. അപ്പോൾ നമ്മൾ UPI ID ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. നമുക്ക് ആ PDF ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് 6 മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു കിട്ടും. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി പോയിട്ട് എന്തെങ്കിലും എൻക്വയറി എന്തെങ്കിലും നടത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്റ്റ് നമ്പർ ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ മതി. കൺസോളിഡേറ്റഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്.